കല്യാണം കഴിഞ്ഞിട്ടും തൻ്റെ ഭർത്താവിൽ നിന്നും ഗർഭിണിയായ ഒരു യുവതി ഭർത്താവിനെങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുക. ഈ കാലമാടനെ കൊണ്ടാണ്, ഈ മനുഷ്യനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഗതികേട് എനിക്ക് സംഭവിച്ചത്. എന്താണ്, ഒരു ഗർഭിണിയായി എന്നുള്ളതാണ് വലിയ കുറ്റമായിട്ട് ഒരു ഭർത്താവിലാണ് ആരോപിക്കുന്നത്. ഭർത്താവാണെങ്കിലോ പാവം, ഏതോ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അർദ്ധരാത്രി വേലി ചാടി നാട്ടുകാരുടെ ഇടയിൽ പെട്ടുപോയി, നാട്ടുകാരൊക്കെ കൂടി വിചാരണ ചെയ്യുന്നു. തല താത്തി ഇങ്ങനെ പാവം കുത്തിരിക്കുക. കാരണം വിചാരണ കേട്ടുകൊണ്ട് അതേ മട്ടിലാണ് പാവം ഭർത്താവ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. ഒരു ദമ്പതി കൗൺസിലിങ്ങിൻ്റെ ഇടയിലുണ്ടായൊരു സംഭവമാണിത്. ഈ മനുഷ്യനാണ് എന്നെ ഈ ഗതികേടിലാക്കിയത്, ഈ മനുഷ്യനാണ് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത്. എന്താ സംഭവം? വലിയ സംഭവമാണെന്നുള്ളത് നമ്മൾ കരുതുക. ഒന്നുമല്ല, ഗർഭിണിയാണെന്നുള്ളത്. താൻ ഗർഭിണിയാണ്, തനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. യുവതിയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയാകാൻ ഇഷ്ടമില്ല. കല്യാണമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം എന്താണ്? ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ജീവിക്കണം, കറങ്ങി നടക്കണം. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടല്ലേ, അതാണ് അവർ പറയുന്നത്. അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. തനിക്ക് വലിയ കരിയറൊക്കെ ഉണ്ട്, അമ്മയാകുക എന്നുള്ളതല്ലാട്ടെ ചിന്തിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്നത് സർവ്വസാധാരണമാണല്ലോ. അത് നിയമപരമായിട്ട്, ഇവിടെ നിയമപരമല്ലാത്ത രീതിയിൽ അവിഹിത വീഴ്ചയിലൂടെ ഉണ്ടായ സന്താനത്തെ അഭിമാനത്തോടു കൂടി വളർത്തുന്ന ചില യുവതികളുണ്ട്. അത് വേറെ വശം. അപ്പോൾ പാവം ഭർത്താവ് ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. നമ്മൾ ഭർത്താവ് എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെ ഇത് കേട്ടിരിക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായതോടെ അതിനെ പ്രസവിക്കണം. അതാണ് അവളുടെ ഏറ്റവും സങ്കടകരമായ വേദനാജനകമായിട്ടുള്ളൊരവസ്ഥ. എങ്ങനെ ഞാൻ പ്രസവിക്കും? എങ്ങനെ ഞാൻ ഈ 10 മാസം ഈ കുഞ്ഞിനെയും കൊണ്ട് നടക്കും? ഇതൊക്കെയാണ് അത് ചിന്തിക്കുന്നത്. മാത്രമല്ല, തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. ഇതൊക്കെ ആലോചിച്ച് ഈ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം വലിയ വെറുപ്പാണ്. വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനോട് പോലും വലിയ വെറുപ്പ്, ഭർത്താവിനോടുള്ള വെറുപ്പ് അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെ ഒരുവിധമാക്കുന്നുണ്ട്, വാക്കുകളിലൂടെയും ചിലപ്പോൾ കുന്തിയും തള്ളിയൊക്കെ വിടുന്നുണ്ടെന്നുള്ളത് അത് വേറെ വശം. പക്ഷേ അതുകൂടാതെ ഭർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് കുത്തി കുത്തി നിൽക്കും എന്നുള്ളതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. താൻ ഗർഭിണിയായി. അത് തനിക്ക് ഇഷ്ടമില്ലാത്തൊരു സമയത്താണ്. തനിക്ക് അങ്ങനെ ഗർഭം ധരിക്കാൻ താല്പര്യമില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് താല്പര്യം. അതാണ് ആ യുവതിയുടെ ഒരു സങ്കല്പം എന്നുള്ളത്. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരവൊന്നുമില്ല. കല്യാണം കഴിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. അല്ലാണ്ട് ഒരു ഗർഭിണിയാകണം, അമ്മയാകണം, അതുപോലെ തന്നെ നല്ലൊരു ഭാര്യയാകണം, ഇങ്ങനെയൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു യുവതിയാണ് സത്യത്തിൽ എൻ്റെ മുന്നിൽ കൗൺസിലിംഗ് വന്നുപെട്ട്. അതിൻ്റെ ഭർത്താവും കൂടി ചേർന്നുണ്ട്. ഭർത്താവാണെന്നുണ്ടെങ്കിൽ പെട്ടുപോയ പോലെയാണ്. ഇങ്ങനത്തെ ഒരു ജന്തുവിനെയാണല്ലോ കിട്ടിയത് എന്നുള്ള രീതിയിൽ എന്തു പറയാനാ? മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. തൻ്റെ ഭാര്യയായി പോയി. മനഃശാസ്ത്രം 2 തരത്തിലാണ് സാധാരണ ഗർഭധാരണം സംഭവിക്കുന്നത്. മാനസികമായി അതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാണ്ടഡ് ചൈൽഡ്, മറ്റൊന്ന് അൺവാണ്ടഡ് ചൈൽഡ്. എന്താ ഈ വാണ്ടഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിച്ച് ഒരു കുഞ്ഞുണ്ടാവണമെന്നും ആഗ്രഹിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഭർത്താവുമായിട്ട് അതിൽ നിന്നുണ്ടാകുന്നൊരു കുഞ്ഞ്. ഇനി നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഗർഭധാരണം സംഭവിച്ചു, ഗർഭിണിയായി, അത് അൺവാണ്ടഡ് ചൈൽഡാണ്. അപ്പോൾ വാണ്ടഡ് ചൈൽഡും ഉണ്ട്, അൺവാണ്ടഡ് ചൈൽഡും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാണെങ്കിൽ പോലും ഗർഭിണിയായി കഴിഞ്ഞാലെങ്കിൽ മനോഭാവം മാറ്റുന്നില്ല. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് വിലയിരുത്തിയാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വാണ്ടഡാണോ? അല്ലല്ലോ. വാണ്ടഡും അൺവാണ്ടഡും ഉണ്ടായിരിക്കും. അതായത് ആഗ്രഹിച്ച സമയത്തൊന്നുമല്ല ചിലപ്പോൾ ഗർഭം ധരിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്രസവം അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരിക്കും. അത് ആഗ്രഹിക്കാതാണെങ്കിൽ പോലും ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കണം, അംഗീകരിക്കണം എന്നുള്ള, പിന്നെ ആ കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതായിരിക്കണം ഒരു ഉത്തമയായിട്ടുള്ളൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മയാകുക എന്നുള്ളതായിരിക്കണം പിന്നത്തെ ചിന്ത യുവതിയുടെ. അല്ലാതെ ഇതിൻ്റെ പേരിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തി എന്നും അതിനെ ഉപദ്രവിച്ച് സ്വയം വെറുത്ത് കുഞ്ഞിനെ വെറുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പോലും ആ കുഞ്ഞിന് സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ പറ്റില്ല. അത് മറ്റൊരു വശം. ഇതൊന്നും ഈ യുവതി തിരിച്ചറിയുന്നില്ല. ഞാനതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇനി കുഞ്ഞ്, കാരണം അമ്മയുടെ വിചാരങ്ങളൊക്കെ തന്നെ ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. അതിൻ്റെ അബോധ മനസ്സിൽ അതുണ്ടായിരിക്കും. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയായിരിക്കും ആദ്യം വെറുക്കുക. അത് മനസ്സിലാക്കണം. അപ്പോഴാണ് സത്യത്തിൽ യുവതി ഇങ്ങനെ കണ്ണ് തുറന്ന് അങ്ങനെ കണ്ണ് തള്ളി ഇങ്ങനെ ഇരിക്കുക. അത് കേട്ടപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ വെറുത്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതാണ്.
ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് വളർന്നു വരുമ്പോൾ ഈ അമ്മയെ ഏറ്റവും കൂടുതൽ വെറുക്കും എന്നുള്ളത്. അമ്മയെ മാത്രമല്ല, ലോകത്തെ തന്നെ വെറുക്കുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. കാരണം അവർക്ക് അമ്മയിൽ നിന്നൊരു നല്ല സ്നേഹം കിട്ടിയിട്ടില്ല. അമ്മ വെറുത്തിട്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത്, സ്വന്തം ഗർഭപാത്രത്തിൽ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ് പ്രസവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അമ്മമാർ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. കുഞ്ഞ് വാണ്ടഡ് ആയാലും അൺവാണ്ടഡ് ആയാലും അങ്ങനെ ഒരു ഗർഭധാരണം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ സ്വീകരിക്കണം, സ്വീകരിക്കണം. മാത്രമല്ല അംഗീകരിക്കണം. നല്ലൊരു കുഞ്ഞായി അതിന് ജന്മം നൽകണം എന്ന് ചിന്തിക്കാനും അങ്ങനത്തെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആ ഗർഭധാരണത്തോട് അമ്മ പുലർത്തണം എന്നുള്ളതാണ് എനിക്ക് ഇന്ന് നിങ്ങളോടുമായി ഷെയർ ചെയ്യാനുള്ളത്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്